ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നും പഴയതുപോലെ തന്നെ വലയിട്ട് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. വല നമ്മൾ വളച്ചിട്ടുണ്ട്. കാര്യം സൈഡിൽ നിന്ന് ഇങ്ങനെ ആറിനെ നടുക്കോട്ട് ഇങ്ങനെ വളച്ച് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് നമ്മൾ വല പാകിയിരിക്കുകയാണ്, നേരത്തെ പോലെ തന്നെ. എന്നിട്ട് അടിച്ചനക്കാൻ പോവുകയാണ്. നമ്മൾ അതിനുള്ള കഴുക്കോലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ ഒരു നല്ല ലൈറ്റിൻ്റെ വെട്ടമുണ്ട്. ആ വെട്ടത്തിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പോയി അടിച്ചനക്കാം. നമ്മൾ അടിച്ചനക്കാൻ തുടങ്ങും. ആദ്യം ഈ സൈഡ് നമുക്ക് അടിക്കാം. മീൻ എന്തുമാത്രം കിട്ടുമെന്നൊന്നും നമുക്ക് പറയാനൊക്കത്തില്ല. ഏതായാലും നോക്കാം. നമ്മളിങ്ങനെ അടിക്കുക. കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട് നമുക്ക്. മൊത്തം അടിക്കണം. ഈ കാടിൻ്റെ ഇറമ്പിലടിച്ചാൽ കാടിൻ്റെ ഇറമ്പിലുള്ള മീൻ ആദ്യം ഓടി പുറത്തോട്ട് പോവുകയുള്ളൂ. അപ്പം നമ്മുടെ വലയിൽ ഉടക്കും. അതാണ് നമ്മുടെ ഐഡിയ. അടിച്ച് വല റൗണ്ട് ചെയ്തിരിക്കുന്നത് മൊത്തം തീരാറായി. നമുക്ക് ഇവിടെ ഒരു വല നമ്മൾ കൂട്ടിക്കിട്ടിട്ടുണ്ട്. അത് അഴിച്ചുവിടാം. നമുക്കൊരു വല ആയിട്ടെടുക്കാനില്ലാത്ത കാരണം പീസ് വലയാണ്. നമ്മളിങ്ങനെ കൂട്ടിക്കെട്ടി ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിച്ചു കഴിഞ്ഞ് നമുക്കിനി ഒരറ്റത്തോട്ട് പോയി വല എടുക്കാം. നമുക്ക് വല വലിച്ച് തുടങ്ങാം. നോക്കാം മീൻ എന്തുമാത്രം ഉണ്ട്, മീൻ വല്ലതും ഉണ്ടോ ഒന്നും അറിയാൻ മേല. ഏതായാലും നമുക്ക് നോക്കാം. മീൻ വന്നു, പക്ഷേ ഇവിടെ ഉടക്കും കൂടെ ആയിരുന്നു. ഒരു കുറുവായാണത്. ഈ ഉടക്കിൻ്റെ ഇവിടെ നിന്ന് കുറുവായ. ഒരു കുറുവ അടുത്തുണ്ട്. തൂളിയ. നമ്മളിത് രാത്രി ആയതുകൊണ്ട് വീഡിയോയിൽ അതിൻ്റെ പരിമിതി ഉണ്ടാകും. രാത്രിയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു പരിമിതി ഉണ്ടാകും. ഇത് വീണ്ടും ഒരു കുറുവായാണ്. ഇപ്പോൾ ഇത് മീൻ കുറവാണ്. ഇത് ഒരു വല വലിച്ച് നമ്മൾ തീരുക. ഇതേ നമുക്ക് പറയത്തക്ക രീതിയിൽ മീൻ കിട്ടിയില്ല. ഈ 3 മീനേ ഇതേ കിട്ടിയിട്ടുള്ളൂ. മീൻ നമുക്ക് വിലയുണ്ടല്ലോ, ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി നമുക്കിത് 3 മീനല്ലേ ഉള്ളൂ. ദൂരി നോക്കാം. കുറുവായ. കൂതിലിട്ടിടാം. ഇനി വില നമുക്ക് കെട്ടി വെക്കാം. നമുക്ക് അടുത്ത വില വലിക്കാം. ആദ്യം ഉടക്കാണ് വരുന്നത്. ഇപ്പം ഈ മീൻ കുറവിൻ്റെ കാര്യം, നമ്മുടെ ഇവിടെ ആറ്റിലെ വെള്ളം തീരെ പറ്റിപ്പോയി. ഒരു കുറവുണ്ട്. അതിനൊരു കാരണമുണ്ട്. തണ്ണീർക്കം ഷട്ടർ ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറത്തുനിന്ന് വെള്ളം എങ്ങും വരാനില്ലല്ലോ, ഏറ്റവും ഇറക്കവും ഇല്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അതും തുള്ളിയാണെങ്കിലും എന്നാ മീനാണെങ്കിലും നമുക്ക് കിട്ടിയാൽ മതി.
വീണ്ടും ഒരു തൂളിയുടെ വന്നു, 2 ഇത് തൂളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അത് കുറുവായൊന്നും കിട്ടിയില്ല. ഈ വലയം വലിച്ച് തീരുക നമ്മൾ. വലിച്ച് തീർന്നത്. ഇനി നമുക്കൊരു വലയുടെ വലിക്കാനുണ്ട്. വില മീൻ നമുക്ക് വീട്ടിൽ ചെന്നിട്ടെടുക്കാം. നമ്മുടെ ലാസ്റ്റ് വലയാണ്. നോക്കാം ഇതിൽ മീനുകൾ മാത്രം ഉണ്ടെന്ന്. കിട്ടി. 2 മീനെ കിട്ടി. രണ്ടുപേരെണ്ണം കൂടെ ഇവിടെ മാറിക്കിടക്കുക. ഒരു കുറുവയുടെ വന്നു. ഈടാ ഇത് കണ്ടോ, നമ്മൾ വല ഇട്ടെടുത്ത് ഒരു പറ്റുവല കിടപ്പുണ്ട്. ഇത് കണ്ടോ, ചെറിയ കണ്ണുള്ള വലയാണ്. 2 ഇട്ടിരിക്കുന്നത്, നമ്മളത് കണ്ടില്ല. ഇത് ചെറിയ കണ്ണുള്ള വലയാണ്, പക്ഷേ അതേ മീൻ പിന്നെ ഈ വലിയ മീൻ ഉടക്കുകയില്ല. അപ്പം അകത്തു നിന്നുള്ള മീൻ പുറത്തോട്ട് ഓടി വരാനും ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മളത് കണ്ടില്ല. പോള കയറി ഉടക്കിയിരിക്കുക, അതെടുത്ത് കളയട്ടെ. അയ്യോ, അത് പോയി. വലിയ കണ്ണുള്ള വലയിട്ടാനുള്ള ദോഷമാണത്. ചെറിയ മീനാണെങ്കിൽ ആ കണ്ണിയുടെ ഇടയ്ക്കൂടെ ഊരി അങ്ങ് പോകും. ഇവിടെ ഒരു ഉടക്കുണ്ട്, ഇതെടുത്ത് കളയട്ടെ. വീണ്ടും ഉടക്കൊക്കെയാ. അവിടെ ഒരു മീനുണ്ടായിരുന്നു, ആ ഉടക്കിൻ്റെ അവിടെ. ഇറമ്പി വലയിടുമ്പോൾ ഇങ്ങനൊരു ദോഷമാണ്, ഉള്ള ഉടക്ക് മുഴുവൻ കാണും. ഒരു കുറവ. നമ്മുടെ ഈ വലയം വലിച്ചു തീർന്നു. ഇതോ, ഇതിനകത്ത് മീൻ, ഇത്ര മീനാണ് ഇതിനകത്തും കിട്ടിയത്. എന്നാലും തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് മീൻ കിട്ടി. ഇനി നമുക്ക് വീട്ടിൽ ചെന്നിട്ട് മീൻ എടുത്ത് കാണിക്കാം. ഇതുമാത്രം മീനുണ്ടെന്ന്. വള്ളത്തെ വെച്ച് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മൾ വലയെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നമ്മളിനി ഈ വലയിലെ മീൻ നമുക്കൊന്നെടുക്കാം. ഈ വല തൂളിയാണ് കൂടുതൽ.
ഇങ്ങനെ നല്ല മീനെടുത്ത് വള്ളത്തെ വെച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ വള്ളം ചെറിയ വെള്ളമായതുകൊണ്ട് ഈ വലയൊക്കെ മറിച്ച് എടുക്കുമ്പം വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ സൗകര്യമായിട്ട് ഇട്ടെടുക്കാമല്ലോ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം മീൻ എടുത്ത് കഴിഞ്ഞ് ഈ വല നമുക്ക് കെട്ടി വെക്കാം. ഈ വലയിലെ മീൻ എടുക്കാം. ഈ അരട്ടത്ത് നമുക്ക് മീനെടുത്ത് തുടങ്ങാം. ചത്തില്ല. നല്ല മിഴുത്ത തുളിയാണ്. ഈ തുളി വല കണ്ടോണം ചെയ്ത് കൊടുക്കി. ഈ വലയിലെ മീൻ നമ്മൾ എടുത്ത് തീരുകയാണ്. ഇനി ഒരു മീനൂടെ ഉള്ളൂ. നോക്കാം, ഇനി വേറെ വല്ല മീൻ വലയുടെ അടിയിലുണ്ടോ എന്ന് നോക്കണം. ഇല്ല, മീൻ കിട്ടിയതെല്ലാം നമ്മളിങ്ങോട്ട് മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇല്ല, ഈ വലയെ നമുക്ക് ഇതുപോലെ തന്നെ കെട്ടിവെക്കാം. ഇനി നമ്മൾ വല കിട്ടണമെങ്കിൽ ഈ വലയെല്ലാം ചുവനെ മാടിയെടുത്ത് വെക്കണം. വല ഉടക്കമൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് വെക്കണം. അപ്പം നമ്മൾ ഇന്ന് വലയിട്ട് അടിച്ചനക്കി എടുത്ത മീനാണിത്. നമുക്ക് തരക്കേടില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് ഇത്ര മീനൊക്കെ കിട്ടുക എന്ന് പറയുമ്പം ഒരു അതിശയ കാര്യം തന്നെയാണ്. കാര്യം ആറ്റിലെ വെള്ളം തീരെ പറ്റിപ്പോയി, പുറത്തുനിന്ന് മീനൊന്നും വരാനില്ല. ഇപ്പം നമ്മൾ ആറ്റി കിടക്കുന്ന മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ. അത് നമ്മൾ എല്ലാവരും വലയിടുകയല്ലേ. ഇപ്പം തന്നെ നമ്മൾ വല ഇട്ടപ്പം കണ്ടില്ലായിരുന്നു, ഒരു വല അവിടെ കിടപ്പുണ്ടായിരുന്നു. ഇത്ര മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് തൂളിയുണ്ട്, കുറുവായും ഉണ്ട്. കുറുവായ കൂടുതൽ. കണ്ടോ, ഇത് നമ്മൾ 65 mm വലയാണ് ഇടുന്നത്. അതേ കിട്ടുന്ന മീനാണിത്. ഇത് സൂപ്പർ കുറുവയാണ്. ഉണ്ടോ, നല്ല മുഴുത്ത കുറുവ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മാക്സിമം ഒന്ന് ഞങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പം നിങ്ങളുടെ കമൻറ്റും ഞങ്ങളെ അറിയിക്കണം. അഭിപ്രായങ്ങൾ അറിയിഞ്ഞാലല്ലേ അതുപോലെ നമുക്ക് വീണ്ടും ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ. ഇതെടുത്ത്